നമ്മുടെ മഹാനായ ഗോവിന്ദച്ചാമി ഉണ്ടല്ലോ, ഇവിടെയുള്ള പല കള്ളന്മാരെ കഴിയും ഭേദപ്പെട്ട കള്ളനാണ് ഗോവിന്ദച്ചാമി എന്നേ പറയാൻ ഒക്കുള്ളൂ. ഈ ഗോവിന്ദച്ചാമി ഒരാവശ്യം ഉന്നയിച്ചു, വളരെ ന്യായമായ ആവശ്യമാണ്. എങ്ക ഊരിലെ ജയിൽ, അല്ലെങ്കിൽ എന്നെ അങ്ങ് വിടണം, തുറന്നു വിടണം, ഇയാളെ ജയിലിൽ നിന്ന് തുറന്നു വിടണം, അല്ലെങ്കിൽ അയാളുടെ ഊരിലെ ജയിലിലോട്ട് അയക്കണം. ഊരിലെ ജയിലിൽ അയച്ചാൽ അവിടെ വേണ്ട ചിട്ടവട്ടങ്ങളൊക്കെ ഒപ്പിച്ച് റെഡിയാക്കാം. പക്ഷെ അത് ഗോവിന്ദച്ചാമിക്ക് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഇടപാട് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇപ്പം തമിഴ്നാടിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാന്നറിയോ? ഗോവിന്ദച്ചാമിക്ക് അറിഞ്ഞൂടാ. അത് ജോസഫ് വിജയ് എന്ന് പറയുന്ന വളരെ ചുറിയുറുക്കുള്ള യുവത്വമുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് കെട്ടി ഇറക്കി ചെന്നാൽ പണ്ടാണെങ്കിൽ വേണമെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ഇതേപോലെ വേറൊരുത്തൻ്റെ കൈയും വെട്ടി കളഞ്ഞിട്ട് അവനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ഗോവിന്ദച്ചാമിക്ക് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷേ അതിപ്പോൾ നടപ്പില്ല. ഇപ്പം തമിഴ്നാട്ടിൽ ഈ പരിപാടികളൊന്നുമില്ല. അവിടെ അഴിമതി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഉദ്യോഗസ്ഥനെ ആരാന്ന് വെച്ചാൽ അവൻ വീട്ടിൽ പോയിരിക്കണം പിറ്റേന്ന് മുതൽ. അവന് ജോലിയില്ല, അവന് ശമ്പളമില്ല, അവന് പെൻഷനും ഇല്ല. സർവീസിൽ നിന്ന് അങ്ങ് പിരിച്ചുവിടും, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗോവിന്ദച്ചാമി വിചാരിക്കുന്ന പോലെ ഇനി അവിടെ പോയി സ്വാധീനിച്ച് എങ്ക ഊരിൽ ചെന്നാൽ അവിടുന്ന് ഊരാം എന്ന് വിചാരിക്കണ്ട, നടക്കത്തില്ല. എളുപ്പമുള്ള കാര്യമല്ല ഊരിൽ നിന്ന് ഊരുന്നത്. ഇനി ഇവിടുന്ന് പിന്നെ ഊരാം, അവിടുന്ന് ഊരാനൊന്നും പറ്റത്തില്ല. അതാണ് കാര്യം. അതുകൊണ്ട് എങ്ക ഊരെന്നുള്ള ആ ആഗ്രഹം ഇനി അങ്ങ് കളഞ്ഞാൽ മതി. ഇവൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? ഇവനെ ഒരൊറ്റ ജയിലർമാരോ അല്ലെങ്കിൽ ജയിൽ വാർഡർമാരോ ആരും ഇവനെ എന്ത് അനാവശ്യം കാണിച്ചാലും ഇവനെ പിടിക്കാനോ ഒന്നും പോകത്തില്ല. കാരണം എന്താ ഇവൻ ചെയ്തേക്കുന്നത്? ഇവനെ വിസർജ്യം, അതായത് അവൻ്റെ ഹ്യൂമൻ വേസ്റ്റ് വാരി എറിയും, മലം വാരി എറിയും. അപ്പം അവനത് പ്രശ്നമൊന്നും ഉള്ളതല്ല, അത്രയും വൃത്തികെട്ടവനാണ് അവൻ. അപ്പം അവനെ പിടിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? ഒരു തടവ് പുള്ളികളും മറ്റ് തടവ് പുള്ളികളൊന്നും ഇവൻ്റെ അടുത്ത് പോകത്തില്ല. അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവൻ ഇത് വാരി എറിയും, ആ അഭിഷേകം അവൻ അങ്ങ് നടത്തും. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ഒരു കൈയുടെ ഈ പത്തി മുറിച്ച് മാറ്റിയേക്കാണ്, ഒരു സ്റ്റമ്പാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഈ സ്റ്റമ്പ് വെച്ച് ഒരൊറ്റ ഇടിയാണ് അവൻ്റെ അടുത്ത് ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും അവന് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ വയറ്റത്തോട്ട്, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് കൈപ്പത്തി ഉള്ളതിൻ്റെ ഇരട്ടി ശക്തിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല ഹാൻഡ് കഫ് ഇടാൻ ഒക്കത്തില്ല അവനെ. ഈ കൈ രണ്ടും കൂടെ ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൈപ്പത്തി വേണമല്ലോ, ഇല്ലെങ്കിൽ ഈ ഹാൻഡ് കഫ് കൈവലം ഇടാൻ പറ്റുമോ? ഇല്ല. ഇവൻ്റെ ഒരു കൈയുടെ വിലങ്ങിട്ടിട്ട് അടുത്ത പോലീസുകാരുടെ കയ്യിലൂടെ ഇടാനേ പറ്റുള്ളൂ. അല്ലാതെ ഇവൻ്റെ കയ്യിൽ വിലങ്ങിട്ടുകൊണ്ടവനെ ഇങ്ങ് കൊണ്ടുപോകത്തില്ല. ഇവനെ വിലങ്ങിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അതാണ് കാര്യം. അപ്പോൾ ഇവനെ കണ്ണൂർ ജയിലിൽ നിന്ന് ഇവനെ നേരെ ഇപ്പം വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. മാത്രമല്ല ഏതാണ്ട് ഏകാന്ത തടവ് പോലെ കേട്ടോ, സെല്ലിൽ ഒറ്റയ്ക്കാണ്. കാരണം ഇപ്പോൾ ഇവൻ്റെ കൂടെ ഒന്നാമത് കിടക്കാൻ ആരും തയ്യാറല്ല. ഇത്രയും വൃത്തികെട്ടവനാണ് ഞാൻ പറഞ്ഞേ. ഇവന് ഇതൊന്നും പ്രശ്നമല്ല. ഈ വിസർജ്യമൊന്നും അവന് വിസർജ്യമായിട്ട് ഫീൽ ചെയ്യുന്നവനല്ല. അത് അമൃതം എന്നുള്ള രീതി കൈകാര്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇവൻ്റെ അടുത്ത് വേറെ ഒരു തടവുകാരനും ഒരുമാതിരിപ്പെട്ടവരാരും ഇവൻ്റെ അടുത്ത് ചെല്ലത്തില്ല. നല്ല പുള്ളികൾ ഇവിടെ കിടപ്പുണ്ട് വിയ്യൂർ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതാണ് അവിടെ. നല്ല മയക്കുമരുന്ന് കേസിലെ പ്രതികൾ, മയക്കുമരുന്ന് അഡിക്ട്സ് എന്ന് പറയുന്ന ഡ്രഗ് അഡിക്ട്സ്, ഇവരൊക്കെ ധാരാളം കിടപ്പുണ്ട്. കൈയൊക്കെ നമ്മൾ മീൻ വരയത്തില്ലേ വറക്കാൻ, അതുപോലെ വരഞ്ഞു വെച്ചേക്കുന്നവന്മാരുണ്ട്. എന്നുവെച്ചാൽ വരഞ്ഞ് ബ്ലഡ് കളഞ്ഞാലേ അത് പറ്റുള്ളൂ. HIV പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട്, ഒത്തിരി പേരെ ഉണ്ട്. ഇവന്മാർ ആളുകളെയൊക്കെ ഉപദ്രവിക്കുമെങ്കിലും ഇവനെ ആരും ഉപദ്രവിക്കാൻ പോകത്തില്ല. ഇവനുമായിട്ട് ചങ്ങാത്തം കൂടാനും പോകത്തില്ല. കാരണം അവനെ അത്രത്തോളം പേരെടുത്തിട്ടുണ്ട്. ആ കണ്ണൂർ ജയിലിൽ CCTV ക്യാമറ ഇവൻ ഇതുപോലെ വിസർജ്യം വാരി എറിഞ്ഞ് നശിപ്പിച്ചതാണ്. അത് നോക്കിയപ്പോൾ അത് മറച്ചു വെക്കണ്ടേ? അതിനുള്ള എളുപ്പമാർഗം എന്തുവാ? തറയുന്നുണ്ട്, ഇത് വാരി അതിലോട്ട് എറിഞ്ഞ് അത് തുടച്ചു മാറ്റാനോ പിടിക്കാനോ അങ്ങനെ ആരെങ്കിലും ചെല്ലുമോ? ആരെങ്കിലും അതിനകത്ത് കൈവെക്കുമോ? അതവനറിയാം. ഇല്ലെന്ന് അതുകൊണ്ടാണ്. കാരണം ബാക്കി മനുഷ്യരെന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്, ഇവ മനുഷ്യനല്ല. ആണെങ്കിൽ ഇത് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് ഏത് വർഗത്തിൽപ്പെട്ടതായവനെന്ന് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും ഒക്കത്തില്ല. അവനെ അവിടെ നോക്കിയപ്പോൾ എന്താ, ജയിലിൽ ആടാനായിട്ട് അവിടെ
അവിടെ അവിടെ ചെന്ന് കിടന്നപ്പം തിന്ന് കൊഴുത്ത് അവന് 74 കിലോ തൂക്കം ഉണ്ടായി. അപ്പോൾ 74 കിലോ തൂക്കം അവൻ ആലോചിച്ചപ്പം അവന് ജയിലിൽ കയറാൻ ഒക്കത്തില്ല. അപ്പോൾ അവൻ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കം കുറയ്ക്കണം. അവനെ 3 വർഷം പ്ലാൻ ചെയ്തു. 3 വർഷം കൊണ്ട് അവനെ 19 കിലോ തൂക്കം കുറച്ചു. അത് വലിയ കാര്യമല്ലേ? 19 കിലോ തൂക്കം കുറയ്ക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. 19 കിലോ തൂക്കം കുറച്ചിട്ട് 74 കിലോഗ്രാം തൂക്കമുള്ളവൻ 55 കിലോഗ്രാമായിട്ട് മാറി. അത് കൊള്ളാം, നല്ലതാണ്. അങ്ങനെ എന്തിനാണെന്നറിയോ, അഴികൾക്കിടയിൽ കൂടെ ഇറങ്ങാനുള്ള സൗകര്യത്തിനാണ് ചെയ്തത്. അപ്പോൾ അവനത് വിജയകരമായിട്ടത് പൂർത്തിയാക്കി. ചാടി, ജയിലിൽ ചാടിപ്പോയി. അവനെ അവിടുന്ന് പിടികൂടി. 4 കിലോമീറ്റർ അകലെ നിന്നാണ് അവനെ പിടിക്കുന്നത്. നാട്ടുകാരും ജയിലുദ്യോഗസ്ഥരും പോലീസും എല്ലാം കൂടെ ചേർന്ന് പിടികൂടി. എവിടുന്ന്? അവിടെ ഒരു 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 കിണറ്റിൽ നിന്ന് ആണ് പിടിച്ചത് അവനെ. കിണറ്റിനകത്തുനിന്ന്. ഇവനെ എന്തിനും ഭദ്രമായിട്ട് പിടിച്ച് കയറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വല്ലതും വള്ളി പൊട്ടിപ്പോയെന്നോ കയറ് പൊട്ടിയെന്നോ ഒക്കെ പറഞ്ഞങ്ങ് പിടിവിട്ടാൽ മതിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരുത്തൻ ഇവിടെ വധശിക്ഷ കിട്ടിയവനാണ്. അവനെ ഏതോ കാരണത്താൽ സുപ്രീം കോടതി അതിൽ നിന്ന് ഒഴിവാക്കി അവന് ജീവപര്യന്തമായിട്ട് മാറി. ഏതാണ്ട് ആ ജീവപര്യന്തത്തിൻ്റെ ബലത്തിലാണ് അവിടെ കിടന്നത്. ഇനി അതിപ്പോൾ ഏതായാലും ഒരു ജീവപര്യന്ത ശിക്ഷ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പോൾ അത് ഒരു പാവപ്പെട്ട പെൺകുട്ടി ട്രെയിനിൽ വെച്ച് അതിനെ ഒരുപാട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു നിവർത്തിയില്ലാതെ ആ കുട്ടി പാളത്തിലേക്ക് എടുത്തിയാടിയപ്പോൾ ഇവൻ പുറകെ പോയിട്ട് ഇവൻ എതിർവശത്ത് ചാടി പുറകെ പോയിട്ട് അതിനെ അവിടെ ഇട്ട് ബലാത്സംഗം ചെയ്തു. അത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണപ്പെട്ടു ആ കുട്ടി. അപ്പോൾ അതിൻ്റെ കേസാണ്. അത് കൊലപാതകമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം എന്താണെന്ന് എനിക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അല്ല, പോട്ടെ. ഏതായാലും ആ വിധി നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിനെല്ലാം മാർഗമുള്ളൂ. വളരെ വലിയ മഹാരഥന്മാർ വിധിച്ചതാണ്, നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഇവൻ അവിടുന്ന് ഒന്നിൽ ഇറങ്ങിപ്പോകണം. എന്ന് വെച്ചാൽ ഒന്ന് അവനെ വിടണം, അല്ലെങ്കിൽ അവനെ അവൻ്റെ ഊരിലേക്ക് അയക്കണം. ഇതാണ് അവന് വേണ്ടത്. ഊരിലെ ജയിലിൽ വേണം. ഇതെന്തിനാ ഈ ഊരിലെ ജയിലെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവന് വീട്ടിൽ വേറെ ആരും ബന്ധുക്കളൊന്നും ഉള്ളതായിട്ട് ഒരറിവുമില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനവന് ഊരിപ്പോണം എന്നുള്ളതിനെക്കുറിച്ച് അവനൊന്നും പറയുന്നതുമില്ല. ഏതായാലും ഇവൻ്റെ ആവശ്യം ഇങ്ങനെ കിടക്കുകയാണ്. അത് ജയിൽ അധികൃതരൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഊരിൽ പോകേണ്ടവർ ചിലരുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വലിയ കേസിലെ പ്രതി, വളരെ വലിയൊരു കേസിലെ പ്രതി നോർത്ത് ഇന്ത്യയിലാണ് ഉള്ള ഒരു പ്രതിയാണ്. ഇവിടുന്ന് ശിക്ഷിച്ചു, എല്ലാമായി. ഇവിടെ കുറേ നാൾ ജയിലിൽ കിടന്നു. അയാളുടെ നാട്ടിൽ ജയിലിൽ കിടക്കണം, കോടതി സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം എന്നോ അയാളുടെ നാട്ടിലെ ജയിലിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തു കൊടുത്തു. ആളുകൾ പറഞ്ഞു പിന്നെ അറിഞ്ഞത് ഇയാൾ ആ നാട്ടിൽ ചെന്ന് ഇറങ്ങി. അതായത് ഇയാൾ അവിടെ പോയി ട്രെയിനിൽ പോലീസുകാരുൾപ്പെടെ, അവിടുത്തെ പോലീസുകാർ വന്ന് കൊണ്ടുപോകണം ഉൾപ്പെടെ, ട്രെയിനിൽ അവിടുന്ന് ഇറങ്ങിയ ഉടനെ അയാളെപ്പോലുള്ള ഒരാൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇയാളുടെ വീട്ടിൽ പോയി. കാരണം ശതകോടീശ്വരനാണ് ആയിരുന്നു. ഇപ്പം മരിച്ചു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ ആയിരിക്കും ഇനി ഈ ഉദ്ദേശിച്ച് വച്ചേക്കുന്നത് നമ്മുടെ ഗോവിന്ദച്ചാമി. അത് നടക്കത്തില്ല എന്ന് ഗോവിന്ദച്ചാമിയെ മനസ്സിലാക്കാൻ വേണ്ടി കൂടെ ഞാനിത് പറഞ്ഞത്. കാരണം ഇപ്പം അവിടെ ഭരിക്കുന്നത് വിജയിയാണ്. വിജയ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗോവിന്ദച്ചാമിയും തിരിച്ചറിയണം.